കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നെടുംതൂണുകളിൽ ഒന്നാണ് മാലാഖമാർ എന്ന ഓമന പേരിൽ വിശേഷിപ്പിക്കുന്ന നഴ്സുമാർ. കേരളത്തിൽ ഇന്ന് നഴ്സുമാർ ഇല്ലാത്ത കുടുംബങ്ങളില്ല. അതുകൊണ്ട് തന്നെ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മലയാളികളുടെയും ആവശ്യമാണ്. കൂടുതൽ നഴ്സുമാർക്ക് തൊഴിൽ ലഭിക്കുന്നത് സ്വകാര്യ മേഖലയിൽ നിന്നാണ്. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ നേർ അനുപാതത്തിലുള്ള നഴ്സുമാരെ വിന്യസിക്കാറുള്ളൂ. ബാക്കിയുള്ള സേവനങ്ങൾ പഠിക്കുന്ന MBBS, PG, നഴ്സിംഗ് വിദ്യാർത്ഥികൾ വഴിയാണ് ചെയ്തു വരുന്നത്. എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ പേഷ്യന്റ് അറ്റൻഷൻ നൽകുന്നത് കൊണ്ട് തന്നെ ഡോക്ടർമാർ എണ്ണത്തിന്റെ 3 ഇരട്ടിയോളം നഴ്സുമാരെ ജോലി ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ ഈ നഴ്സുമാർക്ക് നൽകുന്ന ശമ്പളം വളരെ പരിതാപകരമാണ്. 20,000 രൂപയ്ക്ക് താഴെ മാത്രമേ ഒരു സ്റ്റാഫ് നഴ്സിന് ശമ്പളം ലഭിക്കുന്നുള്ളൂ. ഇതുമൂലമാണ് നഴ്സിംഗ് കഴിഞ്ഞ ഓരോരുത്തരും കേരളത്തിൽ ജോലി ചെയ്യാതെ വിദേശത്തേക്ക് എങ്ങനെയും എത്തുവാൻ പരിശ്രമിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ സ്റ്റാഫ് നഴ്സിനുള്ള സാലറി രൂപ അടിസ്ഥാനത്തിൽ വരുമ്പോൾ 1.5 ലക്ഷം രൂപ മുതൽ മേലോട്ടാണ്. UK, യൂറോപ്പ് പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ 3 ലക്ഷവും അതിന് മേലോട്ടുമാണ്. പ്രൊഫഷണൽ തൊഴിൽ അല്ലാത്ത കൂലിപ്പണിക്ക് ഇന്ന് കേരളത്തിൽ ദിവസക്കൂലി 1,500 രൂപയാണ്. ഒരു മാസം പണി ചെയ്താൽ ഇവർക്ക് കിട്ടുന്നത് 45,000 രൂപ. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇന്ന് കേരളത്തിൽ ലഭിക്കുന്ന ദിവസക്കൂലി 1,300 രൂപയാണ്. അങ്ങനെ ഒരു മാസം ഇവർ നേടുന്നത് 39,000 രൂപ. കേരളത്തിലെ സേവന മേഖലയിൽ ഉള്ള ജോലികൾക്ക് വലിയ തോതിലുള്ള വേതന വർധനവാണ് ഈ കാലയളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ഇവിടെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില വർധനവ് ഉണ്ടായിട്ടില്ല. എന്നാൽ കേരളത്തിന്റെ സേവന മേഖലയെ ആശ്രയിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ വില വർധനവുണ്ട് താനും. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ നഴ്സുമാർക്ക് നൽകുന്നത് തീർത്തും തുച്ഛമായ ശമ്പളമാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് 4 വർഷങ്ങൾ പഠിച്ച ശേഷമാണ് ഇവർ നഴ്സുമാരാകുന്നത്. ജോലി കിട്ടിയ ശേഷം സർക്കാർ ഓഫീസുകളിൽ കാണുന്നത് പോലെ ഒരു കസേരയിൽ കയറി ഇരിക്കാനും കഴിയില്ല. വിശ്രമമില്ലാതെ തുടർച്ചയായി 8 മണിക്കൂർ ദിവസവും ജോലി ചെയ്യണം. ഈ സമയത്തിനിടയിൽ ഭക്ഷണം കഴിക്കാനോ ബാത്റൂം ഉപയോഗിക്കാനോ പോലും അവസരം ലഭിച്ചെന്നും വരില്ല. പലതരം രോഗികളുടെ മുന്നിൽ സേവകരെ പോലെ ജോലി ചെയ്യേണ്ടി വരുന്ന ഇവർക്ക് പലപ്പോഴും നല്ല പ്രതികരണമല്ല അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നഴ്സുമാരുടെ ജോലി ലോകവ്യാപകമായി ഇങ്ങനെ തന്നെയാണ്. പക്ഷേ കേരളത്തിൽ അവർക്ക് അർഹമായ ശമ്പളം ലഭിക്കുന്നില്ല എന്നതാണ് പരിതാപകരം. നഴ്സുമാർ ഉന്നയിക്കുന്ന പ്രധാന ഒരു കാര്യം കേരളത്തിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ആ ശമ്പളം മാത്രമേ സ്റ്റാഫ് നേഴ്സിനും ലഭിക്കുന്നുള്ളൂ. ഹോം നേഴ്സ് ജോലി ചെയ്യുന്നത് അതിനുള്ള വിദ്യാഭ്യാസം നേടിയ ശേഷമല്ല, അവർക്കൊരു രോഗിയെ മാത്രം ശുശ്രൂഷിച്ചാൽ മതി. എന്നാൽ സ്റ്റാഫ് നേഴ്സായി ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിയുള്ള പഠനവും കഠിനമായ പരീക്ഷകളും ബോണ്ട് ഉൾപ്പെടെയുള്ള പൂർത്തിയാക്കണം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പഠനം കഴിഞ്ഞ് കേരളത്തിൽ എത്തുന്നവർ ഒരു യോഗ്യതാ പരീക്ഷ കൂടി പാസ്സാകേണ്ടതുണ്ട്. എന്നാൽ നഴ്സുമാർക്ക് ജോലി ചെയ്യുവാൻ അനുകൂലമായ ഒരു സാഹചര്യം അല്ല കേരളത്തിലുള്ളത്. നഴ്സുമാരുടെ ഈ ദുസ്ഥിതിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനായി രൂപീകരിക്കപ്പെട്ട UNA എന്ന സംഘടനയുടെ ശക്തമായ സമരത്തിലൂടെയാണ് 2017 ഒരു ശമ്പള വർധനവുണ്ടായത്. വർഷങ്ങൾക്ക് ഇപ്പുറവും അതിനൊരു വർധനവ് വരുത്തുവാൻ ആരും തയ്യാറാകാത്തതോടെ വീണ്ടും നഴ്സുമാർ തെരുവിൽ ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. സ്റ്റാഫ് നഴ്സിനുള്ള ശമ്പളം 40,000 രൂപയായി വർദ്ധിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ ആവശ്യപ്പെടുന്ന ഈ ശമ്പളം അന്യായമല്ല എന്ന് ഓരോ സാധാരണക്കാരനും അറിയാം. ഈ ശമ്പളം സർക്കാർ നൽകേണ്ടതുമല്ല, ഓരോ സ്വകാര്യ ആശുപത്രികളും നൽകേണ്ടതാണ്. ശരിക്കും സ്വകാര്യ ആശുപത്രികൾക്ക് ഈ ശമ്പളം നൽകാൻ വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ല. ഒരു രോഗവുമായി സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്ന രോഗിയെ മാക്സിമം പിഴിഞ്ഞെടുത്ത ശേഷമേ ഈ ആശുപത്രികൾ പുറത്തുവിടുകയുള്ളൂ. കോടികളുടെ ആസ്തികൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കുന്ന ഈ സ്വകാര്യ ആശുപത്രികൾക്ക് നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു നൽകുന്നത് പ്രയാസമല്ല. പക്ഷേ നിലവിലുള്ള ലാഭത്തിന്റെ ഒരു പങ്ക് ഈ ശമ്പളമായി നൽകേണ്ടി വരുന്നതിൽ അവർക്ക് വിമുഖത ഉണ്ടാകും. എങ്കിലും സർക്കാർ എന്തുകൊണ്ട് നഴ്സുമാരുടെ ശമ്പളം 40,000 രൂപയായി രേഖകളിൽ വരുത്തുവാൻ തയ്യാറാകുന്നില്ല? കണ്ണിൽ പൊടിയിടാനായി അത് വെറും 25,450 രൂപയായി വർദ്ധിപ്പിച്ചു. 40,000 രൂപ ശമ്പളം ലഭിക്കുവാൻ ഇവർക്ക് യോഗ്യതയുള്ളപ്പോൾ പോലും സർക്കാർ ആ ശമ്പള വർധനയ്ക്ക് തയ്യാറാകാത്തതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട്. ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന കാരണമാണ്. അതാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന പ്രധാന വിഷയം. കേരളത്തിന് ഒരു തരത്തിലും പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ. ഈ തൊഴിലില്ലായ്മയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നത് മൈഗ്രേഷൻ ആണ്. കഴിഞ്ഞ 8-9 വർഷങ്ങളായി അടിസ്ഥാന വിദ്യാഭ്യാസം നേടിയ ശേഷം വിദ്യാർത്ഥികളിൽ ഒരു പങ്ക് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോയിരുന്നുവെങ്കിൽ ഈ 9 വർഷങ്ങൾക്കുള്ളിൽ വലിയൊരു പങ്ക് കൗമാരക്കാരും യുവാക്കളും പാശ്ചാത്യ നാടുകളിലേക്ക് ജോലി തേടിപ്പോയി. അങ്ങനെ കേരളത്തിലെ തൊഴിലില്ലാത്തവരുടെ എണ്ണം കുറയ്ക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഈ മൈഗ്രേഷനെ നിയന്ത്രിക്കുന്ന ഘടകം നഴ്സിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികളിൽ 90% വിദേശത്തേക്ക് പോകുന്നത് കൊണ്ടാണ്. കേരളത്തിൽ നിന്നാൽ വിദ്യാഭ്യാസ ലോൺ പോലും അടയ്ക്കുവാൻ കഴിയാത്തില്ലാത്തത് കൊണ്ട് വിദേശത്തേക്ക് പോകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം.
അതുവഴി കടബാധ്യതകൾ തീർക്കുകയും കേരളത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുവാനും കഴിയും. ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് വിദേശത്തു നിന്നെത്തുന്ന ഈ പണം വലിയൊരു ആശ്വാസമാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ഈ NRI പണം ഒരു പ്രധാന ഘടകമാണ്. വിദേശ രാജ്യങ്ങളിൽ ശരിക്കും മികച്ച ശമ്പളം ലഭിക്കുന്നത് ഈ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അൾട്രാ പ്രൊഫഷണൽ ആയിരിക്കണം. വിദേശത്തേക്ക് പോകുന്നവരിൽ പരമാവധി 1% മാത്രമേ ഇങ്ങനെ മികച്ച പ്രൊഫഷണലുകളുള്ളൂ. നഴ്സുമാർ അവിടേക്ക് പോകുന്നത് കൊണ്ട് മാത്രമാണ് വിദേശത്തേക്കുള്ള കുടിയേറ്റം കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അവിടെ എത്തുന്ന യുവാക്കളിൽ ഭൂരിഭാഗവും കെയർ ഹോമുകളിൽ ജോലി തേടാനാണ് പരിശ്രമിക്കുന്നത്. ബാക്കിയുള്ളവർ മണിക്കൂർ അടിസ്ഥാനമാക്കിയുള്ള താൽക്കാലിക ജോലികൾ എടുക്കും. വളരെ കുറച്ച് ആളുകൾ സ്വന്തമായി വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങും. കേരളത്തിലെ തൊഴിലില്ലായ്മ പിടിച്ചു നിർത്തുവാൻ NRI പണം കേരളത്തിലേക്ക് എത്തുവാനും കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് യുവാക്കൾ പോകേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് യുവാക്കൾ പോകണമെങ്കിൽ കേരളത്തിൽ നിന്ന് നഴ്സുമാർ വിദേശത്തേക്ക് പോകേണ്ടതുണ്ട്. നഴ്സുമാർ വിദേശത്തേക്ക് പോകണമെങ്കിൽ അവർക്ക് കേരളത്തിൽ പ്രതികൂലമായ സാഹചര്യം രൂപപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് പരിതാപകരമായ ശമ്പളവും അമിതമായ ജോലിഭാരവും. പഠനശേഷം വേഗം ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നഴ്സിംഗ് മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുന്നത്. അവർക്ക് മികച്ച ശമ്പളം കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ആരെങ്കിലും കേരളം വിട്ടുപോകുമോ? സുന്ദരമായ ഈ കാലാവസ്ഥ വിട്ട് ഐസ് മൂടിക്കിടക്കുന്ന നാടുകളിലേക്ക്, അല്ലെങ്കിൽ സൂര്യൻ കത്തിച്ചൊരിക്കുന്ന മണലാരണ്യത്തിലേക്ക് അവിടെ ഒരു വരത്തിനെന്ന നാമധാരി ആയി അവഗണനകളും വേർതിരിവുകളും സഹിക്കാനായി വിദേശത്തേക്ക് പോകുമോ? അങ്ങനെ വന്നാൽ കേരളത്തിൽ പിന്നെ എന്തു സംഭവിക്കും? കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന NRI പണം ഒഴുക്ക് കുറയും. ബീഹാർ പോലെ തൊഴിലില്ലായ്മ രൂക്ഷമായ സംസ്ഥാനമായി കേരളം മാറും. നഴ്സുമാരുടെ സംഘടനയായ UNA ആവശ്യപ്പെടുന്ന ശമ്പളം അന്യായമല്ല എന്ന് സർക്കാരിനും അറിയാം. അവർ നടത്തുന്ന സമരം അനാവശ്യമല്ല എന്നതും വ്യക്തമാണ്. പക്ഷേ കേരളത്തിലെ വലിയൊരു പങ്ക് വരുന്ന പ്രൊഫഷണലുകൾ എന്ന നിലയിൽ ഇവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനത്തിന് തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ മുന്നിൽ കണ്ട് ഒരു പരിധിക്ക് മുകളിലേക്ക് ശമ്പളം വർദ്ധിപ്പിക്കുവാൻ ഒരു സർക്കാരും ഒരു മുന്നണിയും തയ്യാറാകില്ല. ഹെഡ് നഴ്സുകളുടെ ശമ്പളം 40,000 രൂപയാക്കി നിജപ്പെടുത്തുമായിരിക്കും. 3 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർക്ക് പോലും 30,000 രൂപയ്ക്ക് മുകളിലേക്ക് ശമ്പളം വർദ്ധിപ്പിക്കുവാൻ തയ്യാറാകില്ല. UNA ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന നഴ്സുമാരുടെ ശമ്പള വർധനവും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊരു തരത്തിലും അംഗീകരിക്കുവാൻ ഉള്ള സാഹചര്യമൊന്നും മുന്നിലില്ല. കാരണം ഈ കൂട്ടറിലാണ് എന്നും NRI പ്രതീക്ഷ ഉള്ളത്.